ഹലോ ഫ്രണ്ട്സ്, ഹോം ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചപ്പാത്തിയുടെയും പത്തിരിയുടെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഹോട്ടൽ സ്റ്റൈൽ ചനാ മസാലയാണ്. അപ്പോൾ സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം ആവശ്യമായ സാധനങ്ങൾ നോക്കാം. 1 കപ്പ് വെള്ളക്കടല തലേ ദിവസം കുതിർത്ത് കഴുകി വെച്ചത്, അരപ്പിനായി 3 സവാള, 2 തക്കാളി, 10 മുതൽ 12 വരെ വെളുത്തുള്ളി അല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് എന്നിവ വേണം. ആദ്യം സവാള വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക. അതുപോലെ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവയും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. നിങ്ങൾക്ക് മസാല കുറവാണ് ഇഷ്ടമെങ്കിൽ 3 സവാളയ്ക്ക് പകരം 2 സവാള എടുത്താൽ മതിയാകും. ഇനി കടല വേവിച്ചെടുക്കാം. 1 കപ്പ് കുതിർത്ത് വെച്ച കടല കുക്കറിലേക്ക് ചേർക്കുക. അതിലേക്ക് 1 ബേ ലീഫ്, 1 സ്റ്റാർ അനീസ്, 1 ഏലക്ക, ചെറിയ കഷ്ണം പട്ട, 4 ഗ്രാമ്പു, 1 നുള്ളി ബേക്കിംഗ് സോഡ, ആവശ്യത്തിന് ഉപ്പ്, 1.5 കപ്പ് വെള്ളം എന്നിവ ചേർത്ത് നന്നായി വേവിച്ചെടുക്കുക. ഇനി ആവശ്യമായ പൊടികൾ തയ്യാറാക്കി വെക്കാം. 1 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ അജ്വൈൻ, 1/4 ടീസ്പൂൺ കായം പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ എന്നിവ എടുത്തു വയ്ക്കാം. ഒരു പാൻ ചൂടാക്കി 1 ടേബിൾ സ്പൂൺ ഓയിലും 2 ടേബിൾ സ്പൂൺ നെയ്യും ചേർക്കുക. അതിലേക്ക് ജീരകവും അജ്മൈനും ചേർത്ത് പൊട്ടിച്ചെടുക്കാം. ശേഷം കായംപ്പൊടി ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇനി അരച്ചുവെച്ച സവാള ചേർത്ത് ഹൈ ഫ്ലെയിമിൽ ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റിയെടുക്കാം. വഴറ്റുന്നതിനിടയിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് ഇളക്കി കൊടുത്താൽ അടിയിൽ പിടിക്കാതെ നന്നായി വഴന്നു കിട്ടും. സവാളയുടെ നിറം മാറിയാൽ മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, റെഡ് ചില്ലി പൗഡർ എന്നിവയും 1/2 ഗ്ലാസ് ചൂടുവെള്ളവും ചേർത്ത് നന്നായി ഇളക്കുക. എണ്ണ തെളിഞ്ഞ് മസാല ചട്ടിയിൽ നിന്ന് വിട്ടുവരുന്നത് വരെ വഴറ്റണം. അപ്പോഴാണ് കറിക്ക് നല്ല രുചി ലഭിക്കുക. ഇനി അരച്ചുവെച്ച തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് 10 to 15 മിനിറ്റ് നന്നായി വഴറ്റിയെടുക്കാം. ശേഷം വേവിച്ച കടലയിൽ ചേർത്തിരുന്ന മുഴുവൻ സ്പൈസസും എടുത്തു മാറ്റി കടല മസാലയിലേക്ക് ചേർത്തു കൊടുക്കാം. 1 കപ്പ് വെള്ളവും ചേർത്ത് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. അവസാനമായി നീളത്തിലരിഞ്ഞ ഇഞ്ചി, പച്ചമുളക്, കുറച്ച് മല്ലിയില എന്നിവ ചേർക്കുക. 1 നുള്ള് ചാറ്റ് മസാല കൂടി വിതറി നന്നായി ഇളക്കിയതിനു ശേഷം തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ചനാ മസാല തയ്യാറായിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവരും തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.